നോട്ട് നിരോധനത്തിലൂടെ GSTയിലൂടെ രാജ്യത്തെ കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും നട്ടെല്ലൊടിച്ച സർക്കാർ, മോഡി സർക്കാരിന്റെ മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? കർഷകക്ഷേമമാണ്. പുതിയ പ്രകടനപത്രികയിലെ മറ്റൊരു വാഗ്ദാനം. ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാർ അവരുടെ ചരിത്രത്തിൽ ഇതുപോലൊരു പ്രതിസന്ധിയെ നേരിട്ടിട്ടുണ്ടോ? 10 കൊല്ലം മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ 1 വർഷം ഇന്ത്യയിലെ കൃഷിക്കാർ ഡൽഹിയിൽ സമരം നടത്തിയതിനാണ് മോദി നൽകിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയായിരുന്നു. ഉൽപാദന ചെലവിന്റെ ഇരട്ടി, അതോടൊപ്പം അവർക്ക് ലാഭവും ഉൾപ്പെടെ എല്ലാ കാർഷിക വിളകൾക്കും താങ്ങുവില പ്രഖ്യാപിക്കും. താങ്ങുവില പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിന് നിയമപരിരക്ഷ നൽകും. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 1 വർഷം മുമ്പ് സ്വാതന്ത്ര്യ സമര കാലത്ത് മാത്രം ഉണ്ടായതുപോലെ ചമ്പാരനിലെ കർഷക സമരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് മഞ്ഞിലും അതുപോലെ തന്നെ വെയിലിലും ഇന്ത്യയിലെ കൃഷിക്കാർ ഈ നിശ്ചയദാർഢ്യത്തോടുകൂടി അവിടെ സമരം നടത്തി. ആ സമരത്തിൽ അവർക്ക് അനുവദിച്ചു കൊടുത്ത ആനുകൂല്യങ്ങൾ അംഗീകരിച്ച് കിട്ടാതെ വന്നപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ അവർ ഡൽഹിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വന്നത്. പഞ്ചാബിലും ഹരിയാനയിൽ നിന്ന് വന്ന കർഷകരെ ഈ സർക്കാർ തടഞ്ഞു. മുള്ളു കമ്പി കെട്ടി തടഞ്ഞു, സിമന്റ് ഭിത്തി കെട്ടി തടഞ്ഞു. തടയുക മാത്രമാണോ, കൃഷിക്കാരെ വെടിവെച്ചു കൊന്നു. ഇപ്പോഴും ആ കർഷകർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ അങ്ങേയറ്റ ദുരിതത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കർഷകക്ഷേമം നടപ്പിലാക്കും. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ നുണകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചീട്ട് കൊട്ടാരം, അതാണ് BJPയുടെ പ്രകടന പത്രിക. ഇന്ത്യയുടെ ബഹുസ്വരതയെയും മതേതരത്വത്തെയും തകർത്തുകൊണ്ട് ഇന്ത്യയെ ഒരു ഏക മതരാഷ്ട്രമാക്കാനുള്ള ഈ പ്രഖ്യാപനത്തിലൂടെ BJPയുടെ അവരുടെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള അവസാനത്തെ ശ്രമത്തിലാണ്. ഞങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് നിരന്തരം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. കാരണം രാജ്യത്തെ മതേതരത്വത്തെ തകർക്കാൻ തന്നെയാണ് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ നേരത്തെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. അതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന ഭേദഗതിയാണ്. ഇതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പെട്ടെന്ന് കേൾക്കുമ്പോൾ യൂണിഫോം സിവിൽ കോഡ്, എല്ലാവർക്കും ഒരേ സിവിൽ കോഡ്. പക്ഷേ സിവിൽ കോഡല്ല, യൂണിഫോം എന്നാണ്, പേഴ്സണൽ ലോ ആണിത്. എല്ലാ പേഴ്സണൽ ലോയും കൂടി യൂണിഫോം ചെയ്യുന്നതാണ്. CRPCയും IPCയും എല്ലാം നമുക്കെല്ലാം ബാധകമല്ലേ? മുസ്ലിം മതവിശ്വാസികൾ മുസ്ലിം ഭരണം നടക്കുന്ന രാജ്യങ്ങളിലെ CRPC പോലെയാണോ ഇവിടെ? ക്രൈസ്തവ രാജ്യങ്ങളിലുള്ള അവരുടെ ശിക്ഷാ നിയമങ്ങൾ പോലെയാണോ ഇത്? ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ പൗരനും ഇവിടുത്തെ എല്ലാ നിയമങ്ങളും, ഇവിടുത്തെ മുഴുവൻ നിയമങ്ങൾ, ലോ ഓഫ് ദ ലാൻഡ് ഈസ് ആപ്ലിക്കബിൾ ടു എവറി സിറ്റിസൺ. നിയമത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാം ഈക്വലാണ്. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ആദ്യത്തെ പ്രധാനമന്ത്രി അവർ കൊടുത്ത ഉറപ്പെന്താ? ഒരു മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസം പുലർത്താം, ആരാധനാക്രമങ്ങൾ തുടരാം, ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാം. അതുകൊണ്ട് ഓരോ മതത്തിലും വ്യത്യസ്തമാണ്. ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി പറയില്ല. യൂണിഫോം സിവിൽ കോഡ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ആദിവാസികളുടെ ശക്തമായ പ്രതിഷേധം വന്നു. അവർ പറഞ്ഞെന്താ? ഞങ്ങൾ ആദിവാസികൾ ഗോത്രവർഗ്ഗക്കാർ, സാധാരണ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും ഉള്ളവരാണ്. ഞങ്ങളുടെ സത്വം നിലനിർത്താൻ ഞങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് തടസ്സമാണ്. ഹിന്ദു മതവിശ്വാസികളാണ്. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നു. അതിന്റെ ആത്യന്തികമായ ഒരു ദുരന്തം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർത്ത് ഏക സിവിൽ കോഡിലൂടെ ഏകമത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഈ നീക്കത്തെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള ആശങ്ക അടിവരയിടുന്ന ഈ പ്രഖ്യാപനം തീർച്ചയായിട്ടും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ അതിന്റെ തികഞ്ഞ ഗൗരവത്തോടു കൂടി തന്നെ അതിനോട് പ്രതികരിക്കും എന്ന ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്.